ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈ വിങ്സിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ പാറ്റേൺ മേക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാം. ഇത് നമ്മൾ ഈ ഒരു ജിമ്മി ചോയിലുള്ളൊരു ഫാബ്രിക്കിലുള്ള ഒരു ഫ്രോക്കിൽ പെയർ ചെയ്തിട്ടാണ് ഈ ഒരു വിങ്സ് മേക്ക് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ജിമ്മി ചോ ഫാബ്രിക്കും അതുപോലെ തന്നെ ലൈനിങ് ഫാബ്രിക്കും അതുപോലെ തന്നെ കുറച്ച് ഫാബ്രിക്സും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ലാസ്റ്റ് ടൈം നമ്മളൊരു വൈറ്റ് ഫ്രോക്കിൻ്റെ കൂടെ ഇതുപോലുള്ളൊരു ബട്ടർഫ്ലൈ വിങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്ര സക്സസ് ആയിട്ടില്ല എന്ന് വെച്ചാൽ ഇതിലൊരു സ്ട്രോങ് ആയിട്ടുണ്ടായിട്ടില്ല. അതിലൊരു എന്താണ് വിങ്സ് നമുക്കത് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അത് ഹൂക്കൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ അത് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ. ഇതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസും സ്വിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സും നമ്മൾ ബർത്ത്ഡേ ഫ്രോക്കിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്രേപ്പ് ഫാബ്രിക് ലൈനിങ് ഫാബ്രിക്കിലേക്ക് അതുപോലെ പാറ്റേൺ കട്ട് ചെയ്തിട്ട് നമ്മൾ പേപ്പർ ക്യാൻവാസ് വെച്ചിട്ട് ഒന്ന് അതിലേക്ക് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്നത് വേറെ രീതിയിൽ ചെയ്താൽ കുറച്ചും കൂടെ ഭംഗിയാവുമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം കാരണം ഞാനിത് ഷെയർ ചെയ്യാനും കാരണം കുറച്ചും കൂടെ ഐഡിയാസൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് കുറച്ചും കൂടെ സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് സക്സസ് ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെന്താ വെച്ചാൽ ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ ഈ ഒരു ബട്ടർഫ്ലൈ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതായത് നമുക്ക് വർക്ക് അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യുന്ന വർക്ക് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്ലിറ്റർ വർക്കൊക്കെയാണ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിന് പ്രശ്നമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതി ചെയ്തിട്ടെടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റീം ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ പാറ്റേൺ കട്ട് ചെയ്യുന്ന സമയത്ത് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ ഫാബ്രിക്സ് എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ കൂടിയാൽ പ്രശ്നമില്ല, കുറഞ്ഞു പോയല്ലേ പിന്നെ നമ്മൾ ആദ്യം കട്ടൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചധികം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് അയൺ ചെയ്തിട്ട് വെച്ച ഫാബ്രിക് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ജൂട്ടിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ മുകളിൽ പിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തോ ഫാബ്രിക് നമ്മൾ അയൺ ചെയ്ത സമയത്ത് എന്തോന്ന് ശരിയായിട്ടില്ല. അപ്പം ഞാൻ എന്താക്കി ഒന്നുകൂടെ അയൺ ചെയ്ത് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ ഞാൻ വീണ്ടും ഫാബ്രിക്സ് അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ കാണാം. കാരണം ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും സക്സസ് ആയിട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചാൽ ഞാൻ എക്സ്ട്രാ ഓരോ സ്റ്റെപ്പ് കൂട്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത പോലെയല്ല പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായത്. ഇത് നമ്മൾ മെയിൻ ഫാബ്രിക്കാണ് കേട്ടോ, ജിമ്മി ചോ ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി. നമ്മൾ സാധാരണ സാറ്റിൻ ഫാബ്രിക്കോ അല്ലെങ്കിൽ നെറ്റ് ഫാബ്രിക് പോലെ അത്ര ഈസി അല്ല. നമ്മൾ ഫാബ്രിക് കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ കെയർ ചെയ്തിട്ട് കട്ട് ചെയ്യേണ്ട ഒരു ഫാബ്രിക്കാണ്. അപ്പം ഞാൻ മുകളിലേക്ക് വരുന്ന മെയിൻ ഫാബ്രിക്കായിട്ട് ഈ ഒരു ഫാബ്രിക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 പീസ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്കും പേപ്പർ ക്യാൻവാസ് ഒന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവേശം കൊണ്ട് ഞാൻ അയൺ ചെയ്യുന്നതൊക്കെ ഭയങ്കര സ്പീഡായിട്ടാണ് ചെയ്തത്. നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം അയൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് പണിപ്പാളി എന്നുള്ളത്. കാരണം അതിൽ ഒരു വൈറ്റ് കളറ് കൂടുതലായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു ഫാബ്രിക് ബാക്ക് പോർഷനിലേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഞാൻ നമ്മൾ വേസ്റ്റിന് ബെൽറ്റ്, അതായത് ഈ ഒരു ബട്ടർഫ്ലൈ വിങ്സ് നമ്മൾ റിമൂവ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഈ ഒരു ഫ്രോക്കിൽ വേസ്റ്റിൻ്റെ ഭാഗത്തൊരു ബെൽറ്റ് പോലെ വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഈ ഒരു സൈസിലുള്ള കമ്പി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള വേണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം, കുറച്ചും കൂടെ തിക്നെസ് ഒക്കെ ഉള്ളത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇതായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ബട്ടർഫ്ലൈനെ ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്നെസ് ഉള്ളത് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പം അതിനിടയിൽ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ടായി കേട്ടോ. ഇതാണ് നമ്മൾ ഫ്രോക്കിൻ്റെ വരുന്നത് ഔട്ടർ ലുക്ക് വരുന്നത്. പിന്നെ ഇതിൽ കുറച്ച്
പാറ്റേൺസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ബട്ടർഫ്ലൈസിൻ്റെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു കമ്പി വെച്ചിട്ട് എല്ലാ എഡ്ജസിലും അതുപോലെ കുറച്ച് ഷേപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടാവും ഉള്ളിൽ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കൺകൻ്റെ 2 ലെയേഴ്സും കൂടെ അതിൻ്റെ മുകളിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ B7000 വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടാണുള്ളത്. കമ്പി ഞാൻ എല്ലാ വശത്തും നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് വരുന്ന ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി. അതിനുശേഷം ഞാൻ നമ്മൾ B7000 വെച്ചിട്ട് ആ മറ്റേ സൈഡിൽ നമ്മൾ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ നമ്മൾ ആ ഒരു കമ്പിയൊക്കെ അതിലേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ നമ്മുടെ മെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് ഫാബ്രിക്കും ഇതുപോലെ ഗമ്മ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഓരോ ലെയർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിട്ടോ, അതിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രെങ്ത്തൊക്കെ. അപ്പോൾ ഞാൻ ഫ്രോക്ക് റെഡി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് അത് കറക്റ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിട്ടോ. അതിനുശേഷം ഞാൻ നമ്മുടെ ഈ ഒരു ബിങ്സിൻ്റെ മുകളിൽ നമ്മൾ ലൈനിങ് പോർഷൻസ് വെച്ചിട്ടുണ്ടായല്ലോ, അതിന് മുകളിൽ ഒരു പീസും കൂടി നമ്മൾ ഈ ഒരു ജിമ്മിച്ചോ ഫാബ്രിക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ നമ്മൾ ഗമ്മൊക്കെ വെച്ചിട്ട് B7000 വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒട്ടിച്ചു കൊടുക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. അത് എത്രമാത്രം സെക്യൂർ ആവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനതിൻ്റെ ഓരോ എഡ്ജസിലും ആ ഒരു ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സെക്യൂറായിട്ട് നിൽക്കും. നമ്മൾ ഇത്രയും ലെയേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സോൾഡറിങ് അയൺ മെഷീൻ വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ ഒരുപാട് ലെയേഴ്സും പിന്നെ അതുപോലെ തന്നെ സ്റ്റിഫ് നെറ്റും നമ്മുടെ കൺകൻ ഫാബ്രിക്കൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് അത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കത്രിക വെച്ചിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നമ്മളെല്ലാ ഫാബ്രിക്കൊന്ന് മെൽട്ടായിട്ടൊന്ന് ഷേപ്പ് ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ രീതിയിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ കത്രിക വെച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമുക്ക് ഫാബ്രിക്കിൻ്റെ ത്രെഡൊക്കെ ഇങ്ങനെ പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ സൗകര്യം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. അപ്പം ലാസ്റ്റ് ടൈം ചെയ്തതിനേക്കാളും ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ടൈം ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമുക്ക് കുറച്ചും കൂടെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം നമ്മൾ നെക്സ്റ്റ് ടൈം ആകുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് കേട്ടോ കത്രിക വെച്ചിട്ട് ഞാൻ ചെയ്യാത്തത്. കത്രിക വെച്ച് ചെയ്യുന്ന സമയത്ത് എന്തായാലും ത്രെഡൊക്കെ എന്തായാലും പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ വശവും നമുക്ക് ഇതുപോലെ സോൾഡറിങ് അയൺ മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം, ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പം എക്സ്ട്രാ എന്തെങ്കിലും ഫാബ്രിക്സും കാര്യങ്ങളും നൂലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ കുറേ ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ് ഇതെങ്ങനെയാണ് നമ്മൾ വിങ്സ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്നുള്ളത്, കുട്ടികൾക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടതെന്നുള്ളത്. പിന്നെ നമ്മളിത് വേസ്റ്റ് ബെൽറ്റിൻ്റെ കൂടെയാണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ ഒറിജിനൽ ഡിസൈനിൽ നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്തൊരു ബെൽറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കാരണം വർക്ക് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളതാണ്, കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഫ്രോക്ക് വിങ്സിലേക്ക് കുറച്ച് മിനുക്കുമണികൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ മിനുക്കുമണികൾ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്, ഗ്ലിറ്റേഴ്സ് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ത്രെഡ് എംബ്രോയിഡറി നമുക്ക് മെഷീൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ള ഗ്ലിറ്റേഴ്സ്. അതുപോലെ തന്നെ ഫാബ്രിക് ഗ്ലൂ ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിൽവർ വേണമെങ്കിൽ സിൽവർ, അല്ലെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ സിൽവർ കളറും ഗോൾഡാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പിന്നെയും കുറച്ചും കൂടെ മാച്ചായിട്ട് വരുന്നത് സിൽവർ ആയതുകൊണ്ട് സിൽവർ യൂസ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു റെഫറൻസ് പിക്കിൽ വരുന്ന ആ ഒരു ഇത് തന്നെയാണെങ്കിൽ
ഏറ്റവും എനിക്ക് തോന്നുന്നു ത്രെഡ് എംബ്രോയ്ഡറി ആയിരിക്കും കുറച്ചും കൂടെ ഭംഗി. പക്ഷെ നമുക്കത് ചെയ്തെടുക്കാനും നമ്മൾ ആ ഒരു ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗത്തിൽ എളുപ്പത്തിൽ നമ്മൾ ഈ ഒരു ഇത് ചെയ്തെടുത്താണ് കേട്ടോ. ഞാൻ ആദ്യം ബോർഡറിലാണ് നമ്മൾ ഗം ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് നമ്മൾ അവിടെ സ്റ്റിച്ചസ് വരുന്നുണ്ടല്ലോ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ബട്ടർഫ്ലൈൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഓരോ രീതിയിൽ ഓരോ സൈഡിലും ചെയ്തെടുത്തിട്ട് അതിലിതുപോലെ ഗ്ലിറ്റേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടാണുള്ളത്. എളുപ്പത്തിലുള്ള പണിയാണെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്ത് കിട്ടാൻ കുറച്ച് കാരണം ഡ്രൈ ആയി കിട്ടാനൊക്കെ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണ് 2-3 ബോട്ടിൽസാണ് ഗ്ലിറ്റേഴ്സ് ഉണ്ടായത്. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാം ചെയ്യും വേണമെന്നില്ലെങ്കിൽ ഞാൻ പിന്നെ തറയിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി ഗമ്മാണല്ലോ അതൊന്നും തറയിലൊന്നും ആവാതിരിക്കാൻ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് യൂസ് എന്നാലും ഗ്ലിറ്റേഴ്സൊക്കെ പുറത്തൊക്കെ വീണിട്ടുണ്ടായിട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ ഷീറ്റ് വിരിച്ചാൽ കുറച്ചും കൂടെ വേഗം ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഗ്ലിറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ കയ്യിലും മേത്തൊക്കെ നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്തുകൊണ്ട് നമ്മളെ കയ്യിലും മേത്തൊക്കെ ആയിട്ടുണ്ടായിട്ടോ. എൻ്റെ മോളെടുത്ത് തന്നെ ഉണ്ടായിട്ടോ. അവളും കുറച്ച് വാരി മുഖത്തും മേത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും പെൻസിലോ നമ്മൾ ചോക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഷേപ്പൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ചെറിയ ഡിഫറൻസ് ഒക്കെ 2 വശത്തുണ്ടാവും. അപ്പം ഗ്ലിറ്റേഴ്സൊക്കെ തട്ടി കഴിഞ്ഞപ്പോൾ ഈ ഒരു കണ്ട വന്നിട്ടത്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പേൾ വർക്കും കുറച്ചും ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇതെങ്ങനെ വന്നിട്ടുണ്ടോ ഷേപ്പ് വന്നിട്ടുണ്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ചും കൂടെ ആ മുകളിലെ വശത്ത് കുറച്ചും കൂടെ ഷേപ്പ് ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചു. പിന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ചും കൂടെ ഫിനിഷ് ചെയ്യാൻ പറ്റും വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഗ്ലിറ്റേഴ്സൊക്കെ നമ്മൾ ഇതുപോലെ എക്സ്ട്രാ പുറത്തൊക്കെ വന്നതൊക്കെ ഒന്ന് കൈ കൊണ്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബ്രഷോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം. കാരണം സെറ്റ് ഉണങ്ങി ഞാൻ പിറ്റേന്നാണ് കേട്ടോ ഇത് എടുക്കുന്നത്. പിന്നെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് പിറ്റേന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഈ ഒരു കസ്റ്റമർ നമുക്ക് 1 മന്ത് മുമ്പേ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഫാബ്രിക്സൊക്കെ നമ്മൾ ആദ്യം ചൂസ് ചെയ്തിട്ടുണ്ടായി വേറൊരു ഫാബ്രിക് ആയിരുന്നു. പിന്നെ അത് നമ്മൾ മാറ്റിയതാണ്. കാരണം അത്ര ഗ്ലിറ്ററി ആയിട്ടുള്ള ഫാബ്രിക് വേണ്ടാന്ന് പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ ജിമിച്ചോ ഫാബ്രിക് ചൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്കാണ് നമ്മളെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പോയും ഡ്രൈ ആയി സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലിറ്റേഴ്സും കാര്യങ്ങളൊക്കെ. ബെൽറ്റും കൂടെ അതിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് തിരിച്ചിടാൻ കേട്ടോ ചെയ്യാൽ. അപ്പോൾ നമ്മളെ സ്റ്റിച്ചസ് ഒന്നും പുറത്ത് കാണില്ല. അവിടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി. കണ്ടോ ആ ഒരു സ്റ്റിച്ച് ഉള്ളിലേക്ക് പോകും. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മൾ വേസ്റ്റ് ബെൽറ്റിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ചസ് കൊടുത്തിട്ട് ഞാനിവിടെ പ്രസ് ബട്ടണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം വേസ്റ്റ് ബെൽറ്റ് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കൂടെ ഒരു പ്രസ് ബട്ടണും കൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ നമ്മൾ ഒന്നല്ല കേട്ടോ 2-3 ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം വേസ്റ്റിൻ്റെ ഭാഗം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് പേളും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിങ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ മേക്ക് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാം. പിന്നെ ഞാനിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വരുന്നത്. വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ആ ഒരു ബെൽറ്റും കൂടെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഷേപ്പ് കാരണം ഇതൊന്നും കൂടെ വീണ് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നമ്മൾ ഹൂക്കും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഹൂക്കും കൂടെ എവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. ആദ്യം നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്ത് ആ വേസ്റ്റ് ബെൽറ്റ് പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം.